മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു തോരനാണ്. മുട്ട മുരിങ്ങയില തോരൻ. മുട്ട മാത്രമായാലും നമുക്കിത് കഴിക്കാം, അതുപോലെ തന്നെ മുരിങ്ങയില ആയാലും നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഇത് രണ്ടും കൂടി ചേർത്താണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1.5 പിടി മുരിങ്ങയിലയാണ്. ഇത് കുറച്ച് തളിര ഇലയാണ്, മൂക്കാത്ത ഇലയാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഒരു 10-15 ചെറിയ ഉള്ളി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചി കുഞ്ഞാക്കി അരിഞ്ഞതും ഒരു 2 പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനൊക്കെ പാടെ വേണ്ടിയിട്ട് ഞാൻ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ചെറിയ കപ്പിനൊരു കപ്പ് ചിരകിയ തേങ്ങ വേണം. നല്ല ഫ്രഷായിട്ടുള്ള തേങ്ങ തന്നെ എടുക്കണം. ഇനി ഇതുണ്ടാക്കാനായിട്ട് നോക്കാം. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഈ മുട്ട പൊരിക്കാനുള്ളതും അതുപോലെ തന്നെ ഈ ഒരു മുരിങ്ങയുടെ ഇലയും കൂടി തയ്യാറാക്കാനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ കടുകിട്ട് കൊടുത്തു. അത് ചൂടായി നന്നായിട്ട് പൊട്ടി വന്ന ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് 3ഉം നമുക്ക് ചേർത്ത് കൊടുക്കാം. ചില ആൾക്കാർക്ക് ഈ ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമാവില്ല ഈ തോരനിൽ, അതുകൊണ്ട് മുട്ടയിൽ ചേർക്കുമ്പോൾ. അതുകൊണ്ട് അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് 3ഉം കൂടി നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയി കിട്ടണം. വാടിയ പോര, ഒന്ന് ചെറിയ തോതിൽ തന്നെ ഫ്രൈ ആവണം. അതിനുശേഷം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ എരിവിന് വേണ്ടിയിട്ട് ചുവന്ന മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് എരിവിന് അനുസരിച്ച് ചേർക്കണം. അതിൻ്റെ പച്ചച്ചവ മാറിയ ശേഷം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുട്ട അതിലേക്ക് പൊട്ടിച്ചിട്ട് ഒഴിക്കുക. ഉപ്പ് നമ്മൾ മുരിങ്ങയുടെ ഇലയിലേക്കും കൂടി ചേർത്തിട്ട് ഈ സമയത്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മുരിങ്ങയുടെ ഇല ചേർക്കുമ്പോൾ നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ചെറിയ തോതിൽ അതൊന്ന് നമുക്ക് മുറിച്ചിട്ട് വേണം വേവിക്കാൻ. അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നാളികേരം കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കുഞ്ഞായിട്ട് പീസായിട്ട് തന്നെ ഈ സമയത്ത് നമുക്കിത് ഇളക്കിയെടുക്കണം. ഇത് മതി. ഇനി നമുക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കുക. ഈ മുരിങ്ങയിലയുടെ ക്വാണ്ടിറ്റി വേണമെങ്കിൽ കൂടുതലായിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 കപ്പാണ്, 1.5 പിടിയാണ് എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് ഇതിലേക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇത് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല, തുറന്ന് തന്നെ വെക്കണം. തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് 2-3 മിനിറ്റ് നേരം വെച്ച് കൊടുക്കുക. ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത ശേഷം വെച്ച് കൊടുക്കാം. വളരെ കുറച്ചിട്ട് മതി തീ, കാരണം നമുക്കിത് ഏകദേശം ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. വീണ്ടും നമ്മളതിന് ശേഷം മുരിങ്ങയുടെ ഇലയൊക്കെ നന്നായിട്ട് വെന്ത് ഇതിലേക്ക് യോജിപ്പായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിത് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം. പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം, എന്നാലോ നല്ല ടേസ്റ്റുമാണ്. ചോറിന് നല്ലൊരു സൈഡ് ഡിഷാണിത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും കൂടി ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യണം. പച്ചക്കറി കൂടുതൽ അരിയാനില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഇത് തയ്യാറാക്കിയെടുക്കാം. അതുകൊണ്ട് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഈസി ആയിട്ടുള്ള ഒരു തോരനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികളായാലും അതുപോലെ തന്നെ മുതിർന്നവർക്കും എല്ലാം ഇത് നല്ലതുപോലെ ഇഷ്ടപ്പെടും. ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.